ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വോൾഫ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എമർജൻസി ഹാംബർഗ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അത് റോബ്ലോക്സിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ തുടക്കത്തിലേക്ക് എനിക്ക് സ്പോൺ ആയപ്പോൾ തന്നെ എന്നെ ഒരു ഡീലർഷിപ്പിലാണ് കേസ് കൊണ്ടുവിട്ടത്. ഇവിടെ ഏതോ ഒരു മാപ്പിലാണെങ്കിൽ ഈ ഒരു ഡീലർഷിപ്പിലാണ് എന്നെ കൊണ്ടുവിട്ടത്. അപ്പോൾ അവിടെ ഞാൻ സ്പോൺ ആയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ കുറച്ച് ജോബ് വന്നു. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് അല്ല ഫയർ ഫൈറ്റർ, ട്രക്ക് കമ്പനി, പിന്നെ ബസ് കമ്പനി, അങ്ങനെ എന്തൊക്കെയോ വന്ന് കുറച്ച് ജോബ്സ് വന്നു. ഞാൻ എൻ്റെ അടുത്ത് ട്രക്ക് കമ്പനി സെലക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഈ വണ്ടിയിൽ കയറിയിട്ട് ആ ഡീലർഷിപ്പിൽ നിന്ന് ഓടിച്ചിട്ട് ഇവിടെ ഈ ട്രക്ക് കമ്പനിയിൽ വരാൻ പറഞ്ഞു. ഇതാണ് ട്രക്ക് കമ്പനി, ഇവിടെ ഇത് ഡീലർഷിപ്പ്, ഇവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അടുത്ത അപ്പോൾ കുറച്ച് 2 കംപ്ലീറ്റ് ആയി. ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി ഇവിടുന്ന് വന്ന് ഷിഫ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ഷിഫ്റ്റ് എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്നുകൂടെ വരണം. പിന്നെ ഇവിടെ ഓരോരോ ഡെലിവറി കംപ്ലീറ്റ് ആകുമ്പോൾ 1 തൊട്ട് 84 XP വരെ കിട്ടും. ഡെലിവറി പിക്കപ്പ് 8 XP, സ്പീഡ് വയലേഷൻ 1 തൊട്ട് 10 CP മൈനസ് ആവും എന്നൊക്കെയാണ് ഈസ് പറയുന്നത്. ഞാനൊരു ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കവിടെ സെലക്ട് ചെയ്യണം. ഞാൻ ഹാഫൻ സിറ്റി ആണ് എടുത്തിട്ടുണ്ട്. ചേട്ടാ കുറഞ്ഞതാണ് ഞാൻ എടുത്തത്. ഇവിടുന്ന് ട്രക്സ് കേസ് ഇവിടുന്ന് ഇതാണോ നമുക്ക് എടുത്താലോ. ഗെയിം പാസ് റെക്കോർഡ്. ഇത് എവിടെ തൊട്ടാലും റോബക്സ് ആണ് കേസ് ഈ ഗെയിമിൽ. നിങ്ങളാർക്കും നല്ല രസമല്ലേ? പക്ഷെ ഇത് മൊത്തം റോബക്സ്. അയ്യേ, ഇത് നമ്മൾ തട്ടുമ്പോഴത്തേക്ക് തന്നെ വണ്ടി പോകുന്നുണ്ടോ ഗൈസ്? എനിക്കെന്തോ കുറച്ച് പൈസ കിട്ടിയ യു റിസീവ്ഡ് യുവർ അലവൻസ്. $360 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് റൈറ്റ് അല്ലേ? അതിൻ്റെ അതാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വേണം ഗൈസ് പോവാൻ. ബട്ട് എനിക്കൊരു അബദ്ധം പറ്റി, വഴി തെറ്റി. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം കിടക്കേണ്ടി വരും ഗൈസ്. ഇവിടുന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് നേരെ കയറി വന്നത് വഴി തെറ്റിപ്പോയി. ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഇത്ര CP വെച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം എന്തൊരു സാധനമുണ്ട്, ഇത് മൈനസ് ആവുന്ന സാധനമാണ് ഗൈസ്. ട്രാഫിക് വയലേഷൻ ഉണ്ടെങ്കിൽ 5 CP പോകുന്നു കണ്ട അല്ലേ? 5 അല്ലേ? 5. അപ്പോൾ അവന്മാർക്കൊന്ന് ചിലവന്മാരുണ്ട് കേട്ടോ ഗൈസ്. നമ്മളുണ്ടല്ലോ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തന്നെ ഗെയിം കളിക്കാൻ കയറും. അത് ചിലവന്മാർ അങ്ങനെയാവും. അതായത് ഞാൻ കുറച്ച് കാർ അടിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഏതോ ഒരു കറുത്ത വണ്ടി ഇതുപോലത്തെ ആയിരുന്നു ഗൈസ്. ഇതിനെ പുറകെ പറഞ്ഞേ ഇതുപോലെ തന്നെയായിരുന്നു ഗൈസ്. വന്ന് നമ്മൾ ഇടിച്ചിട്ട് ഇതുപോലെ തന്നെ ഗൈസ്. ഭയങ്കര സൂക്കേടാവന്മാർക്ക് ഒരുമാതിരി. നമ്മളുണ്ടെന്ന് തിരിച്ച് ട്രാക്കിലോട്ട് കയറുമ്പോൾ പിന്നെ ഇടിച്ചിടും. കേസ് നമുക്കെന്നെ റൈറ്റിലോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അയ്യോ അതെന്താണ് എനിക്ക് ബ്രേക്ക് കിട്ടാണ്ടായി പോയത്? ട്രാഫിക് വയലേഷൻ കിട്ടിയ അതെന്താ എനിക്ക് അങ്ങനെ ബ്രേക്ക് കിട്ടാണ്ടായി പോയത്? CP പോയല്ലോ ഗൈസ്, ഇത് കഷ്ടമാണ്. അതെന്താണ് എനിക്ക് ബ്രേക്ക് കിട്ടാതായി പോയത്? ഞാനിവിടെ ഹാൻഡ് ബ്രേക്ക് വരെ വിളിച്ചു, പക്ഷെ ഹാൻഡ് ബ്രേക്കും വർക്കായില്ല. ഓക്കെ ഗൈസ്, നമുക്കൊരു 8 XP കിട്ടിയിട്ടുണ്ട്. ഡെലിവറി പിക്കപ്പിനാണ് കിട്ടിയിട്ടുള്ളത്. അതെന്താടോ ഒരു 5 CP? ആക്ച്വലി CP എന്താ എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു പൈസ എങ്ങാണ്ട്. ഇപ്പൊ 100 രൂപ കിട്ടത്തുള്ളോ? എനിക്കറിയില്ല ഗൈസ്, ഞാൻ കളിക്കാം. ഇത് ഭയങ്കര അനോയിങ്.
ഹോണൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ ഞാൻ മാക്സിമം സൗണ്ട് കുറച്ചിട്ടിരിക്കുന്നതാണ്, കാരണം ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. ഓക്കെ, ഒന്ന് അനങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഗൈസ്. കാറും ഇതുപോലെ തന്നെ, ട്രക്ക് പിന്നെ ഉണ്ട്, അത്രയും വെയിറ്റ് വലിച്ചോണ്ട് പോവാ, അതുകൊണ്ട് ലോജിക്കുണ്ട്. ഇത് കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ കാണണം ഗൈസ്, നമ്മൾ ഞെക്കി പിടിച്ചാലും ഒന്ന് അനങ്ങി വരണമെങ്കിൽ നല്ല ടൈം എടുക്കും. ഈ വഴിയോ തെങ്ങോട്ടർ എന്നെ കൊണ്ട് ഈ വണ്ടി വിളിച്ചോണ്ട് പോണേ? നമ്മൾ പിന്നെ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് അങ്ങ് കയറി പോണ ഗൈസ്. എന്താണ് പോലീസൊക്കെ? ഇത് ഞാൻ വല്ല കള്ളവഞ്ചാവമാണോ നടത്തുന്നത്? അല്ല ഗൈസ്, അവൻ ഇവൻ വലിയ ക്രിമിനൽ ആയിരുന്നു ഗൈസ്. ഡെലിവറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു, അടുത്തത് വന്നിട്ടുണ്ട്. ഹൗസ് 3 കളിക്കാം ഗൈസ്. ഹൗസ് 1 to ഹൗസ് 3. എന്നാടാ ഒന്നെടുത്ത് മാറ്ററാ, പോലീസുകാർ തന്നെ വണ്ടി ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. ഓക്കെ, അവൻ വലിയ ക്രിമിനലാണ് കേസ്, അവനെ പിടിക്കാനായിട്ടാ പോലീസ് ഇപ്പൊ വന്നത്. ഭയങ്കര ഡ്രിഫ്റ്റിംഗ് ഒക്കെ ആണല്ലോ. അവൻ തീയാന്ന് തോന്നുന്നു, ഭയങ്കര ഡ്രിഫ്റ്റിംഗ്. അയ്യോ അയ്യോ, അടുത്ത ട്രാഫിക് വയലേഷൻ. ഇതുവരെയും ട്രാഫിക് വയലേഷൻ അടിച്ചിട്ടില്ല, ഇപ്പൊ സേഫാന്ന് തോന്നുന്നു ഗൈസ്. അടിക്കോ? ഇല്ല ഗൈസ്, രക്ഷപ്പെട്ടു. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ബ്രേക്ക് പിടിച്ച് ചേർത്തേണ്ടി വന്നു. ഇനി എന്റെ കൈ ഇവിടെ കീബോർഡിൽ പീലി ഞെക്കി പിടിക്കാൻ പോവാ. പീലേ ഉള്ളു ഗൈസ് ബ്രേക്ക്, മറ്റേ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് ബ്രേക്കോ അതെന്ത് സാധനം? ആ ഒരു മട്ടിലെ ഗൈസ് വണ്ടി പോണേ, വണ്ടി ഒന്നും അനങ്ങത്ത് പോലും ഇല്ല. ഇതെന്താ ഞാൻ ചെയ്യണ്ടേ? വണ്ടി റിവേഴ്സിൽ കയറ്റാലോ. ഞാൻ വഴി അങ്ങനെ നേരെ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടു. കേറുന്നില്ലല്ലോ, ഓരോ കുഴി കൊണ്ട് ചാടുകയും ചെയ്തു. അയ്യോ ഗൈസ്, വണ്ടി കേറണില്ല. അതെന്നാ കേറാ വണ്ടിയെ? കേറുന്നില്ലേ ഗൈസ്, നമ്മൾ പെട്ടെന്ന് തോന്നുന്നു. ഹെൽപ്പ്! അയ്യോ അവനെ കള്ളന, അവൻ വേണ്ട, അവൻ എന്നെ ഹെൽപ്പ് ചെയ്യണ്ട. നമുക്കറിയൊരു പോലീസും കൂടി പോകാനുള്ളു. ഞാൻ ചുമ്മാ തള്ളി നോക്കിയതാ, ഞാൻ ഭയങ്കര മസിൽമാൻ കണ്ടില്ലേ, എന്നെ കണ്ടില്ലേ? ഓക്കെ, ബൈ ദ വേ ഞാൻ ചെറുതായിട്ട് എൻ്റെ ക്യാരക്ടർ ഒന്ന് മാറ്റിയായിരുന്നു, പക്ഷെ നമ്മൾ ബ്ലോക്ക് സ്പോർട്സ് ഒന്ന് കളിക്കുമ്പോഴത്തേക്കും ഈ സ്കിന്നൊന്നും ലോഡാവത്തില്ല. അതാണ് നോർമലി, അതായത് ഈ സ്കിന്നിന്റെ പേര് ജോണെന്നോ അങ്ങനെ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പച്ചപ്പാത്ത് കാണിക്കുന്നത്, എനിക്ക് ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തിരിച്ച് പോയി എൻഡ് ഷിഫ്റ്റ് ചെയ്യണം ഗൈസ്, അതായത് അവിടെ പോയി ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ അതിന് മുന്നേ ഈ 10-20 XP പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അയ്യോ, അപ്പൊ ഞാൻ അങ്ങോട്ട് വഴി തെറ്റി ഗൈസ്. ഇല്ലല്ലോ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഗൈസ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതെന്താണ്? പാർക്കിംഗ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുക ഗൈസ്. ഗൈസ്, ആ ചുമലാന്ന് ഈ മഞ്ഞവരയുടെ മണ്ടേ കൂടെ പച്ചവര കാണിച്ചിരിക്കുന്നോണ്ടാണ് ഈ മഞ്ഞവര കാണാൻ പറ്റാത്തത്. അതായത് മാപ്പിലെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അത് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് ഇതൊരെണ്ണം എടുത്തിട്ട് നമുക്ക് ഷിഫ്റ്റ് എൻഡ് ചെയ്യാം. നമുക്ക് രണ്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഭയങ്കര പാടാണ് ഇതിൻ്റെ അകത്ത്. സ്റ്റിയറിംഗ് ഒക്കെ വെച്ച് കളിക്കാൻ പറ്റുമോ? അയ്യോ, ഇത് ഞാൻ എങ്ങോട്ടാ പോണ്ടേ? ഞാനെന്ത് ചെയ്തു? മനസ്സിലാവുന്നില്ലല്ലോ, ഇത് ഭയങ്കര ടഫാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. അവൻ്റെ വണ്ടിയിൽ നിന്ന് തീയൊക്കെ പോയി. ടയർ പൊട്ടിയിട്ട് അങ്ങോട്ട് പോയതെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അതേന്തോ ടയർ പൊട്ടിട്ട് പോയതാ, റിം അരഞ്ഞാ പോയെ. അതുപോലെ അവനിപ്പോ ഫൈൻ അടച്ച് കാണത്തില്ലേ?
അവന്മാരൊക്കെ റോബേഴ്സാണ് ഗൈസ്, ഉറപ്പാണ്. കാരണം ഇങ്ങനെ ട്രാഫിക് വയലേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് റോബേഴ്സ് തന്നെയാണ്. അത് പോലീസ് ഗൈസ്. ഇതെന്തൊക്കെ എഴുതി കാണിച്ചല്ലോ, നോന്നോ. അയ്യോ ഞാൻ ഇത് എന്തുവാടെ, ഞാൻ ഈ ഫ്ലോയിലങ്ങ് പോയി കഴിച്ചു. പക്ഷെ അവിടെ അല്ലായിരുന്നു. നമുക്കിനി നേരെ പോയി ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാ. അഡാസിന്റെ അടുത്തോട്ടം കണ്ടാണ് കേസ്. കിട്ടിയില്ല കേസ്, പിടിച്ചിടാൻ നോക്കില്ല. ഇത് ഈ വഴി പോണം കേസ്. അയ്യോ അതിനെ മറിയാം. മറിഞ്ഞില്ലേ, കുഴപ്പമില്ല. മറിയാത്ത പക്ഷം നമ്മൾ അതിനെ പേടിക്കണം. ഇനി എന്താണ്, ഞാൻ ഡെലിവറി എൻഡ് ചെയ്യാൻ പോവാണ്. അയ്യോ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തില്ല. അയ്യോ വണ്ടി കുടുങ്ങി. ഇറങ്ങിത്തള്ളാൻ കഴിയും. രാവിലെ എണീറ്റ് നമ്മൾ ജിമ്മിലൊക്കെ പോയി സെറ്റായത് വെറുതെ ആണോ? തള്ളി ഹോ തെറിച്ചു പോയി. കുഴപ്പമില്ല. ഇതെന്താണ് ഇങ്ങനെ? നമുക്ക് എന്താണെങ്കിൽ ഇനി ഷിഫ്റ്റ് എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഇത് ഞാൻ വേണമെങ്കിൽ മൊത്തം ഞാൻ ഇടാൻ കഴിച്ചു. എല്ലാം നമുക്ക് ഓരോ എപ്പിസോഡിലും ഓരോ ജോബ് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എൻ്റെ അറിവനുസരിച്ച് ഞാനിപ്പോൾ ട്രക്ക് ഷിഫ്റ്റിലോട്ട് പോവാന്ന് ഓർത്തു, ഷിഫ്റ്റ് എൻഡ് ചെയ്യാൻ. അപ്പം മഞ്ഞവരം മണ്ടേ വന്നു. എന്തുവാടെ ഇങ്ങനെ? എനിക്ക് പിന്നെ അലവൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, $360. ഡോളർ എന്നല്ല, ഇതിന് യൂറോ എന്നങ്ങണ്ടല്ലേ പറയാ. അത് തോന്നുന്നു യൂറോ എന്നാണ് ഇതിന് പറയണേ. ഇതിന് പാർക്കിംഗ് ബ്രേക്ക് ഇട്ട് പിടിച്ചാലേ പിടി വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒട്ടും നിൽക്കത്തില്ല. ഇത് ട്രെയിൻ അല്ലേ പറഞ്ഞേ, റൈറ്റ് സൈഡിൽ കൂടെ. മിക്കവാറും എന്നോട് പിടിച്ച് സ്റ്റോപ്പ് ആക്കും ഗൈസ്. നമുക്ക് കുറച്ച് നിന്ന് ട്രെയിനൊക്കെ പോകുന്ന കണ്ടിട്ട് പോവാം. ട്രെയിൻ ഇപ്പം തന്നെ റൈറ്റ് സൈഡിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ കാണാം. അത് ഇന്ത്യൻ ട്രെയിന് പോലെയാന്ന് തോന്നുന്നത്. അല്ല, 3 ബോഗിയുള്ളൂ. കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട് ഗൈസ്, അതാണ് ഇങ്ങനെ ചെറുതൊരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നത്. അയ്യോ ബ്രേക്ക് ഇടാൻ മറന്നു. ഇത്രയും നല്ല വഴി കിടന്നിട്ട് അവൻ പോണ വഴി കണ്ടോ? ഇവിടെ ഇത്രയും നല്ല വഴി അങ്ങോട്ട് കിടക്കണ്ട, അവൻ പോണ വഴി കണ്ടോ ഗൈസ്? നമുക്ക് അടിച്ച് ഇവിടെ പാർക്ക് ചെയ്യാം. ഇല്ലേ എനിക്ക് വേണം ആ ട്രക്ക്, എനിക്ക് പച്ച ട്രക്ക് വേണം. പക്ഷെ നീലിയം കൊള്ളാം. ഓക്കെ എക്സ്പെർട്ട്. അത് വേറെ ട്രക്ക്. ഇത് റോബക്സ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ജോൺ വിക്കാണ് ഗൈസ് പോയത്. നമുക്കൊരു ട്രാഫിക് വയലേഷൻ, ബാക്കി എല്ലാം നല്ലതാണ് ഗൈസ് കിട്ടിയത്. ഞാൻ ഷിഫ്റ്റ് എൻഡ് ചെയ്തു. ഓൾമോസ്റ്റ് 2K കിട്ടി ഗൈസ്. ഇത് പൈസ ഉണ്ടാക്കിയിട്ടില്ല തന്നെ ചെയ്യണ്ടേ. ഞാൻ ഈ ജസ്റ്റ് ഒന്ന് കാറും കൂടി ഓടിച്ച് കാണിക്കാം. ഞാൻ കാറിന്റെ അവസ്ഥ ക്ലോസ് ക്വസ്റ്റ്യൻ കൊടുക്കാം ഗൈസ്. കാറിന്റെ അവസ്ഥ ഒന്ന് ഞാൻ നോക്കട്ടെ. വേണ്ട ഗൈസ്, ട്രക്കിന്റെ അത്രയും ഡിലേ ഇല്ലെങ്കിൽ ഇത് കുറച്ച് ബാക്കിയുള്ള ഗെയിമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര പാടാണ് ഗൈസ്. അയ്യോ ആണ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ. നമുക്ക് തിരിച്ച് ഹാർബറിൽ തന്നെ പോയി, ഹാർബറല്ല ട്രക്കിന്റെ അവിടെ പോയി നിർത്താം ഗൈസ്. ഈ ഒരു ഏരിയയുടെ പേര് ഹാർബർ എന്നാണ്, അത് ഞാൻ അങ്ങനെ പറഞ്ഞ. എന്താ വെച്ചാൽ അവിടെ തന്നെ കൊണ്ട് നിർത്തുവാണ് ഗൈസ്. നമുക്ക് എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ അകത്ത് അതായത് അടുത്തടുത്ത ജോലികൾ എടുക്കാം ഗൈസ്. ഓക്കെ ചാനൽ അടുത്ത വീഡിയോയിൽ കാണുന്നേരം വരെ എല്ലാവർക്കും ബൈ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നല്ല താങ്ക്സ് ഗൈസ്. ഗുഡ് താങ്ക്സ് അല്ല, അതിനെന്തോ താങ്ക്സ് ഗൈസ്, അത്രേ ഉള്ളൂ.
കിട്ടണല്ലേ, എന്തോ പറയായിരുന്നു കിട്ടിയില്ല. അതുപോലെ തന്നെ എനിക്ക് ഈ വണ്ടി ഒന്ന് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾ പറഞ്ഞുതരണം. ഇത് ആരെങ്കിലും ഇതൊന്നും നേരെ കട ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ടിപ്സ് പറഞ്ഞു തരുക ഗൈസ്. കാരണം ഞാൻ എൻ്റെ അത് പുതിയതായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാടൊന്നും അറിയത്തില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ മഞ്ഞ് വീഴുന്നുണ്ട് ഗൈസ്, അതാണ് ഇങ്ങനെ. എടാ അവരൊക്കെ എങ്ങോട്ടാണ് ഗൈസ് ആ ട്രക്കും കൊണ്ട് പോണേ? ഓക്കെ ഗൈസ്, ആണെങ്കിലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോബ് നമുക്ക് ട്രൈ ചെയ്യാം. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.